വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ചു. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും രാവിലെ മുതൽ തന്നെ സാമാന്യം നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ജോലിക്ക് പോകാനുള്ളവരും ആശുപത്രിയിൽ ചികിത്സക്ക് പോകേണ്ടവരും മറ്റ് അത്യാവശ്യക്കാരുമാണ് രാവിലെ തന്നെ ക്യൂവിൽ ഇടം പിടിക്കാൻ ധൃതിപ്പെട്ട് എത്തിയത്. എന്നാൽ മിക്ക ബൂത്തുകളിലും നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെട്ടത് പലർക്കും തിരിച്ചടിയായി മാറി. വോട്ടിംഗ് മെഷീന് വന്ന തകരാറ് നിമിത്തമാണ് പല ബൂത്തുകളിലും മണിക്കൂറുകളോളം ഇത്തരത്തിൽ പലർക്കും കാത്തിരിക്കേണ്ടി വന്നത്. വോട്ടിംഗ് മെഷീൻ കേടായതിനെ തുടർന്ന് പല ബൂത്തുകളിലും വോട്ടെടുപ്പ് തുടങ്ങാൻ തന്നെ വൈകി. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പൈപ്പ് ലൈൻ സെന്റ് മേരീസ് സ്കൂളിലെ 119 നമ്പർ ബൂത്ത്, വളയന്നൂർ GLP സ്കൂളിലെ 105 നമ്പർ ബൂത്ത്, ചെറുപ്പ ഖാദി ബോർഡ് അംഗൻവാടിയിലെ 104 ബൂത്ത് എന്നിവിടങ്ങളിലാണ് യന്ത്ര തകരാറുകൾ വ്യാപകമായി ഉണ്ടായത്. ഇവിടെ ഇന്ന് രാവിലെ തന്നെ ഇവിടെ 104 ബൂത്തിൽ മിഷൻ കംപ്ലൈൻ്റ് ആയിരുന്നു. ഇപ്പം കുറേ ആളുകൾ വന്നു, ക്യൂവിൽ നിന്ന് ആകെ 38 വോട്ട് പോൾ ചെയ്തു. ആ വോട്ട് ചെയ്തതിന് ശേഷം തന്നെ മിഷൻ കംപ്ലൈൻ്റ് ആയി. അനേകമായിരം ആളുകൾ ഇവിടെ പൊരിവെയിലത്തും ക്യൂവിലാണ്. ഷുഗറുള്ള പേഷ്യൻറ്റുകളുണ്ട്. മരുന്ന് രാവിലെ തന്നെ അവർക്ക് നേരത്തെ തന്നെ ചെയ്തു പോകാൻ വേണ്ടി വന്നവരുണ്ട്. ഷുഗറിൻ്റെ പേഷ്യൻറ്റുകളുണ്ട്. അവർ ഓരോ മരുന്ന് കഴിച്ച് വന്നവരുണ്ട്. അവർക്കൊക്കെ ക്ഷീണം പിടിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇതുവരെ ടെക്നീഷ്യൻ വന്നിട്ടില്ല. ഭയങ്കര പ്രശ്നത്തിലാണ്. ആകെ 38 വോട്ടാണ്. 1000 വോട്ട് ഈ ബൂത്തിലുണ്ടായിട്ട് ആകെ 38 വോട്ടേ പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആളുകൾ ഇവിടെ ക്യൂവിൽ നിൽക്കുകയാണ്, പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുക. 103 നമ്പർ ബൂത്തും 105 നമ്പർ ബൂത്തും 105 നമ്പർ ബൂത്തിൽ മോക്ക് പോളിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കൃത്യമായി വോട്ടിംഗ് തുടങ്ങാൻ ആളുകൾ 6 മണിക്ക് എത്തി തുടങ്ങിയതാണ്. 7 മണി ആകുന്ന സമയത്ത് മെഷീൻ കംപ്ലൈൻ്റ് ആണെന്ന് പറയുകയും ഏകദേശം 1.5 മണിക്കൂർ 8:30 മണി വരെ അത് വർക്ക് ചെയ്യാതിരിക്കുകയും പിന്നെ ടെക്നീഷ്യന്മാർ വന്ന് ഇപ്പോഴാണ് 8:30 മണിക്കാണ് വോട്ടിംഗ് ആരംഭിക്കുന്നത്. ഒരുപാട് വോട്ടർമാർ ഇന്ന് വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ട് നല്ല ചൂടുള്ളത് കൊണ്ടും നേരത്തെ എത്തിയ വോട്ടർമാരടക്കം ഇവിടെ വോട്ട് ചെയ്യാൻ സാധിക്കാതെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയായിരുന്നു. ഒരുപാട് ആളുകൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. അവരെ ഇനിയും രണ്ടാമത് ഈ ഒരു സമയത്ത് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. ഈ വോട്ടിംഗ് മെഷീൻ ഇങ്ങനെ പണിമുടക്കുന്നത് കാരണം വളരെ പ്രയാസം നേരിട്ടിട്ടുണ്ട് വോട്ടർമാർക്കും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം തന്നെ. മണിക്കൂറുകളിലധികം സമയമാണ് പലയിടങ്ങളിലും കാത്തിരിക്കേണ്ടി വന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അണികളെ പോളിംഗ് ബൂത്തിലെത്തിക്കാനുള്ള തിരക്കിട്ട ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിനിടെ മാവൂർ പാറമ്മലിലെ പോളിംഗ് ബൂത്തിൽ ക്യൂവിൽ നിൽക്കുന്നതിനിടയിൽ സ്ഥാനാർത്ഥിക്കായി വോട്ട് ചോദിച്ചത് വിവാദങ്ങൾക്കിടയാക്കി. തുടർന്ന് പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.